മഹിളാ മോർച്ചയുടെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ച രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് KPCC ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ശക്തമായ പ്രതിഷേധമാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ച രാഹുൽ ഗാന്ധി രാജിവെക്കുക, സ്ത്രീ പീഡന കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാട് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി കൊടികുത്തി മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്രത്തിലെ സീനിയർ രാഹുൽ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ജൂനിയർ രാഹുൽ സ്ത്രീ പീഡനം നടത്തുകയാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നവ്യ. പ്രധാനമന്ത്രിയുടെ അമ്മയടക്കം മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടും അത്തരം പ്രവർത്തകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസിന് അത്തരം നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ രാഹുൽ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ജൂനിയർ രാഹുൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്ന് മഹിളാ മോർച്ച പ്രതികരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി RC ബീന, സംസ്ഥാന ട്രഷറർ മഞ്ജു GS, BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമ, മഹിളാ മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് ലീന മോഹൻ, സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീലത തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.